ഹായ് മകളെ. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാർട്ട് 4 ആണ്. ഇനി ഒറ്റ പാർട്ടും കൂടി, അത് മാക്സിമം മതി. 5 പാർട്ടോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ ഫിനിഷ് ആവും. നന്നായിട്ട് ശ്രദ്ധിക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അശ്രദ്ധ കൊണ്ട് തെറ്റിക്കരുത് കേട്ടോ. സോ നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് നമ്മൾ നാലാമത്തെ ടോപ്പിക്കാണ്. മൂന്നോ നാലോ ഏതാണ് ആ ടോപ്പിക്കാണ്. മോഡുലസ് എന്നാണ് അതിന്റെ ടോപ്പിക്കിന്റെ പേര്. അപ്പൊ മോഡുലസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മോഡുലസ് എങ്ങനെയാണോ ഇടുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ മോഡുലസ് ഇടുന്നത്. മോഡ് സെഡ്. ഓക്കെ, ഇതെങ്ങനെ കണ്ടുപിടിക്കുക വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് Z is equal to A plus IB ആണ് എങ്കിൽ, Z is equal to A plus IB ആണ് എങ്കിൽ മോഡ് Z എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. എന്താണ് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ? ഫോർ എക്സാമ്പിൾ, ഇതിപ്പോ 3+4i ആണ് എങ്കിൽ Z is equal to 3+4i ആണ് എങ്കിൽ അതിന്റെ മോഡ് സെഡ് എന്ന് പറയുന്നത്, ആക്ച്വലി ഇത് മോഡ് സെഡ് എന്ന ഡിസ്റ്റൻസ് ആണ് അതിന്റെ കോൺസെപ്റ്റ് വരുന്നത്. അപ്പൊ കോംപ്ലക്സ് നമ്പറിലുള്ള ആ പോയിന്റിലേക്കുള്ള ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് 3² + 4² that is equal to √25 that is equal to 5. ശ്രദ്ധിക്കൂ മക്കളെ, Z is equal to A plus IB is a complex number. Then modulus of Z denoted by mod Z is defined to be the non-negative real number. അത് നോൺ നെഗറ്റീവ് ആയിട്ടുള്ള റിയൽ നമ്പർ. അപ്പൊ പോസിറ്റീവ് ആയിട്ടുള്ള ടൈപ്പ് നമുക്ക് ഡിസ്റ്റൻസ് ഓൾവേസ് എന്താണ്, പോസിറ്റീവ് ആണ്. ഇങ്ങനെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ മോഡ് Z is equal to √A² + ഇത്ര ഉള്ളൊരു ടോപ്പിക് പഠിക്കാൻ. ടോപ്പിക് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന്റെ 1-2 പ്രോപ്പർട്ടീസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടി ഉണ്ട്, നമുക്ക് പറഞ്ഞുതരാം. ഇത്രേ ഉള്ളൂ. മോഡ് Z എന്ന് പറയുന്നതും മോഡുലസ് ഓഫ് Z ബാർ എന്ന് പറയുന്നതും മോഡുലസ് ഓഫ് -Z എന്ന് പറയുന്നത് സെയിം ആണ്. ഫോർ എക്സാമ്പിൾ, Z is equal to 3+4i ആയതുകൊണ്ട് തന്നെ അതിന്റെ ഡിസ്റ്റൻസ് √25 ആണ്. ഓക്കെ, √25 that is equal to 5 ആണ്. മോഡുലസ് ഓഫ് 3 - 4i ആണെങ്കിലും എന്തായിരിക്കും ആൻസർ വരിക? √3² + -4², അതും √25 ആണ്. അതാണ് പറഞ്ഞത് മോഡ് Z ബാർ. ഓക്കെ, മോഡുലസ് ഓഫ് Z ബാർ. പിന്നെ മോഡുലസ് ഓഫ് -Z എന്ന് പറഞ്ഞാൽ -3 - 4i. ഇതിന്റെ മോഡുലസ് എന്തായിരിക്കും? √−3² + -4², സെയിം ആയിരിക്കും. അതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി. പിന്നെ Z into Z ബാർ ആണെങ്കിൽ ഇതൊരു ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് ആവശ്യമുള്ള ടൈപ്പാണ്. Z into Z ബാർ ആണെങ്കിൽ മോഡ് Z² ആയിരിക്കും. അതായത് നമ്മളിപ്പോ 3+4i into 3 - 4i, ഇതാണ് Z into Z ബാർ അല്ലെ. ഇത് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മോഡ് Z² എന്ന് പറയുന്ന ആൻസറിലേക്ക് കൊടുത്താൽ മതി. മോഡ് Z² എന്താ? മോഡ് Z ഇതിപ്പോ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? 3+4i into 3 - 4i, 3² + -4, 25 ആണ് കിട്ടുന്നത്. √25 ആണ് കിട്ടുന്നത്. മക്കളെ, ആ കാണുന്ന ക്വസ്റ്റ്യൻ ആൻസർ അങ്ങനെ ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, മോഡ് Z ആൻസർ എടുക്കുക. മോഡ് Z പറഞ്ഞാൽ എത്ര? √25 ആണ്, അതിന്റെ സ്ക്വയർ. √25ന്റെ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 25. ഓക്കെ ആണല്ലോ? ഐഡിയ ക്ലിയർ ആണല്ലോ? ഇങ്ങനെയാണ്. യെസ്, ഇതാണ് ഇതിന്റെ ആൻസർ വരിക കേട്ടോ. √25ന്റെ സ്ക്വയർ, 5 അല്ല വരിക, √25ന്റെ സ്ക്വയർ അല്ലെങ്കിൽ 5². ഇതാണ് ഐഡിയ മകളെ. അപ്പൊ ഈ കാണുന്നത് നിങ്ങൾക്ക് പല സ്ഥലത്തും അപ്ലൈ ചെയ്യാനുണ്ടാവും, നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇനി കണ്ണ് ചോർത്തിരിക്കുന്നുണ്ടോ? നിങ്ങൾ പുറത്തുനിന്ന് വിചാരിക്കേണ്ട കേട്ടോ, അലർജിയാ. Z1 into Z2, അതായത് രണ്ട് കോംപ്ലക്സ് നമ്പറുകൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതും മോഡ് Z1 എന്നിട്ട് അതിന്റെ മോഡുലസ് എടുക്കുന്നതും അത് സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്നത് സെയിം ആണ്. ഇതേപോലെ ഡിവിഷനും. പിന്നെ ഇത് മോഡ് ഓഫ് Z² ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് Z² രണ്ടും സെയിം ആണ് കേട്ടോ. അതായത് ഒരു കോംപ്ലക്സ് നമ്പറിനെ 3+4i സ്ക്വയർ എടുത്ത് അതിന്റെ മോഡുലസ് കാണുന്നതും 3+4i കണ്ടിട്ട് അതിന്റെ മോഡുലസിന്റെ സ്ക്വയർ കാണുന്നതും എന്താണ്, സെയിം ആണെന്നാണ് പറഞ്ഞത്. അത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക് ആണ്. സോ ഇത് ബേസ് ചെയ്തുകൊണ്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അതിന് മുമ്പേ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്, അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. സോ സിമ്പിൾ. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. x+2+i ഡിവൈഡഡ് ബൈ 2 - i ഇൻ ദ ഫോം ഓഫ് a + b. ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് നമുക്ക് വേണമെങ്കിൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ചെയ്തിട്ടും കണ്ടുപിടിക്കാം. അപ്പോൾ ഇതുപോലെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ ഡിനോമിനേറ്ററിലുള്ളതിന്റെ കോൺജുഗേറ്റ് എടുക്കുക. 2+i ഡിവൈഡഡ് ബൈ 2 - i ഇൻറ്റു 2+i, ഇതാണ് കോൺജുഗേറ്റ്. ഡിനോമിനേറ്ററിലെ ടേമാണ് 2 - i ആണ്, അതിന്റെ കോൺജുഗേറ്റ് എടുക്കുക. അത് രണ്ട് ഭാഗത്തും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം നമുക്ക് ആൻസർ ആയി. ഇപ്പൊ എന്ത് കിട്ടി? 2+i² ഡിവൈഡഡ് ബൈ 2 - i ഇൻറ്റു 2+i, അത് a + b ഇൻറ്റു a - b. അപ്പം എന്ത് കിട്ടും? a² - b². a² എന്ന് പറഞ്ഞാൽ 2² മൈനസ് b² എന്ന് പറഞ്ഞാൽ i² ആണ്. ഇവിടെ i ആണ്, i². ഓക്കെ, അപ്പൊ എന്ത് കിട്ടി? 2+i² എന്ന് പറഞ്ഞാൽ 2² + 2 × 2 × i, 4i + i².
എങ്ങനെയാണ് ചെയ്തത്? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ആണ് ഡിവൈഡഡ് ബൈ 4 മൈനസ് മൈനസ് 1 ദാറ്റ് ഈസ് 4 പ്ലസ് 1. സോ ആൻസർ ആയി 2 സ്ക്വയർ ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1. അപ്പോൾ 4-ന് 1 കുറയ്ക്കുക 3. സോ 3 പ്ലസ് 4i ഡിവൈഡഡ് ബൈ 5. സോ ആൻസർ എന്താ? 3/5 പ്ലസ് 4i ബൈ 5. സോ ഇതാണ് എ പ്ലസ് ഐ ബി കേട്ടോ. എ എന്ന് പറഞ്ഞാൽ റിയൽ പാർട്ട് ഓഫ് സെറ്റ് ആണ് 3/5, ഇമാജിനറി പാർട്ട് ആണ് 4/5i. ഇത്രേ ഉള്ളൂ. ഈ ടോപ്പിക് കഴിഞ്ഞു. ഇനി നമുക്ക് മൾട്ടിവേരിയറ്റ് ഇൻവേഴ്സ് ആണ് ഒറ്റ ടോപ്പിക്കുണ്ട്, അത് നമുക്ക് അവസാനത്തെ വീഡിയോയിൽ ചെയ്യാം. ഇതിന്റെ വർക്കൗട്ട് നിങ്ങൾ ചെയ്യാം കേട്ടോ. സോ നിങ്ങൾക്ക് ആൻസർ കമന്റ് ചെയ്യാൻ ഒരു ക്വസ്റ്റ്യൻ തരികയാണ്. z ഈസ് ഈക്വൽ ടു 3 പ്ലസ് 4i ഡിവൈഡഡ് ബൈ ഈ സെയിം മോഡൽ തന്നെ വരാം 3 മൈനസ് 4i. ഇതിന്റെ ആൻസർ എത്ര നിങ്ങൾ കമന്റ് ചെയ്യാം കേട്ടോ. ഇതിന്റെ റിയൽ പാർട്ട് എത്ര, ഇമാജിനറി പാർട്ട് എത്ര. ബൈ.